ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ അതായത് നാരായണീയം ദശകം 35 6 വരെ വായിച്ചു. ശ്രീരാമ അവതാരത്തിൻ്റെ തുടർച്ചയാണ് വായിക്കുന്നത്. നമുക്കിന്ന് 7ാമത്തെ ശ്ലോകമാണ് വായിക്കേണ്ടുന്നത്. അത് നമുക്ക് വായിക്കാം. നമ്മൾ 6ാമത്തെ ശ്ലോകത്തിൽ അത്യുഗ്രശാലിയായ കുംഭകർണനെ വധിച്ചതാണ് വായിച്ചത്. നമുക്കിനി ശ്ലോകം 7. ഗൃഹണൻ ജംഭാരി സംപ്രേഷിതരഥ കവചൗ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണാസ്യ ബന്ധൻ ഗളതതിം അബലാം അഗ്നിശുദ്ധാം പ്രഹൃണൻ ദേവശ്രേണീവരോ ഉജ്ജീവിത സമരമിത്രൈ മൃതൈർ അക്ഷതൈർഷ സംഘൈർ ലങ്കാഭർത്താ ച സാകം നിജനഗരം അഗാ സപ്രിയ പുഷ്പകേണ ഗൃഹണൻ ജംഭാരി സംപ്രേഷിത രഥകവചൗ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണാസ്യ ഭിന്ദൻ ഗളതതിം അബലാം അഗ്നിശുദ്ധാം പ്രഗൃഹണൻ ദേവശ്രേണീവരോജ്ജീവിത സമരമൃതൈർ അക്ഷതൈർ ഋഷ സംഘൈർ ലങ്കാഭർത്താ ച സാകം നിജനഗരം അഗാ സപ്രിയ പുഷ്പകേണ. ശ്ലോകത്തിൽ രാമരാവണ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ രാമൻ ഭൂമിയിൽ നിന്ന് ആണ് യുദ്ധം ചെയ്യുന്നത്, രാവണനോ തേരിൽ നിന്നും. അങ്ങനെ രാമൻ ഭൂമിയിൽ നിന്നും രാവണൻ തേരിൽ നിന്നും യുദ്ധം ചെയ്യുന്നത് കണ്ട ദേവേന്ദ്രൻ തൻ്റെ സാരഥിയായ മാതലിയെ വിളിച്ച് തേര് കൊടുത്തു പറഞ്ഞു. മാതലി എന്ന് പറയുന്നത് ദേവേന്ദ്രൻ്റെ സാരഥിയാണ്, തേര് തെളിക്കുന്നയാൾ. അങ്ങനെ മാതലിയെ വിളിച്ച് തേര് കൊടുത്തിട്ട് പറഞ്ഞു, ഈ തേര് കൊണ്ടുപോയി രാമന് ഹിതം വരുമാറ്, അതായത് എങ്ങനെയാണ് ഇത് തേര് തെളിക്കേണ്ടത്, അതിൻ്റെ ഹിതത്തിനനുസരിച്ച് രാമൻ്റെ ഇഷ്ടം അനുസരിച്ച് വേണം തേർ നടത്തി യുദ്ധത്തിൽ സഹായിക്കണം. അങ്ങനെ തേര് മാതലിയെ വിളിച്ചു വരുത്തി കൊടുത്തു വിട്ടു. രാമൻ്റെ ഇഷ്ടപ്രകാരം തേർ നടത്തണം, എന്നിട്ട് യുദ്ധത്തിൽ സഹായിക്കണം. രാമൻ ഭൂമിയിലും രാവണൻ തേരിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് ഭംഗിയല്ല. മാതലി അതനുസരിച്ച് ഇന്ദ്രൻ്റെ തേരുമായി വന്ന് രാമനെ തേരിൽ കയറ്റി യുദ്ധം തുടർന്നു. ഒടുവിൽ അഗസ്ത്യ മഹർഷി ഉപദേശിച്ചു കൊടുത്തിരുന്ന ബ്രഹ്മാസ്ത്രം തന്നെ രാവണനെ വധിക്കാൻ പ്രയോഗിക്കേണ്ടി വന്നു. സീതാദേവി അഗ്നിപ്രവേശം ചെയ്യിച്ച് പരിശുദ്ധയാണെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് യുദ്ധത്തിൽ മരിച്ചവരും പിന്നെ ദേവന്മാരുടെ അനുഗ്രഹത്താൽ ജീവിച്ചവരുമായ വാനരപ്പടയോടും വിഭീഷണനോടും കൂടി അയോധ്യാപുരിയിലേക്ക് സീതാസമേതം പുഷ്പക വിമാനത്തിൽ കയറിപ്പോന്നു. അതാണ് ഈ ശ്ലോകത്തിൽ. അടുത്ത ശ്ലോകം 8 വായിക്കാം. പ്രീതോ ദിവ്യ അഭിഷേകൈർ ആയുധ സമധികാൻ വത്സരാൻ പര്യരംസേർ മൈഥില്യാം പാപവാചാ ശിവശിവകിലതാം ഗർഭിണീം അഭ്യഹാസി ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണ നിശിചരം പാർദയ ശൂദ്രപാശം താവൽ വാൽമീകി ഗേഹേ കൃതവസതിർ ഉപാസൂത സീതാസുതൗ തേ പ്രീതോ ദിവ്യാഭിഷേകൈർ ആയുധ സമധികാൻ വത്സരാൻ പര്യരംസീർ മൈഥില്യാം പാപവാചാ ശിവശിവകിലതാം ഗർഭിണീം അഭ്യഹാസി ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണ നിശിചരം പാർദയ ശൂദ്രപാശം താവൽ വാൽമീകി ഗേഹേ കൃതവസതിർ ഉപാസൂത സീതാസുതൗ തേ. ഈ ശ്ലോകത്തിൽ രാവണവധം കഴിഞ്ഞ് സീതാസമേതനായി രാമൻ വാനരപ്പടയോടും വിഭീഷണനോടും ഹനുമാനോടും കൂടി അയോധ്യയ്ക്ക് എഴുന്നള്ളി. പിന്നെ
നിന്തിരുവടി, അതായത് ശ്രീരാമൻ പട്ടാഭിഷേകം കഴിഞ്ഞ്, അത് രാജാഭിഷേകം അത് കഴിഞ്ഞ് സന്തുഷ്ടനായി അനേക കാലം സുഖിച്ചു വാണു. അതിനിടയ്ക്ക് ഒരിക്കൽ സീതാദേവിയെക്കുറിച്ച് ഒരു അപവാദം ഉയർന്നതിനെ തുടർന്ന് അങ്ങ് ഗർഭിണിയായ ആ ദേവിയെ പരിത്യജിച്ചുവല്ലോ. കഷ്ടം കഷ്ടം. കാരണം ഇവിടെ അങ്ങനെ സുഖിച്ച് സന്തോഷമായിട്ട് സീതയ്ക്ക് ഒരു കുറ്റവും ഇല്ലാത്ത രീതി പരിശുദ്ധയാണെന്ന് അറിഞ്ഞാണ് കൊണ്ടുപോയി എല്ലാം ചെയ്തു. പക്ഷേ ഇവിടെ ജനങ്ങൾ സമ്മതിക്കൂ? ജനങ്ങൾ എന്തെങ്കിലും പറയൂലേ? രാവണൻ്റെ അവിടെ പിന്നെ കഴിഞ്ഞതിൻ്റെ പേരിൽ അപവാദം ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തുവന്ന് പരിത്യജിച്ചു സീതയെ. അതിനിടയ്ക്ക് വെച്ച് ശത്രുഘ്നനെ കൊണ്ട് ലവണാസുരനെ വധിപ്പിച്ചു. അധാർമികനായ ശംഭുകൻ എന്ന ശൂദ്രനെ അങ്ങ് വധിച്ചു. അക്കാലത്ത് വാൽമീകിയുടെ ആശ്രമത്തിൽ താമസിച്ചിരുന്ന പരിത്യക്തയായ സീതാദേവി അങ്ങയുടെ പുത്രർക്ക് ജന്മവും നൽകി. അതിൻ്റെ കാരണങ്ങൾ ഇതിൽ പറയുന്നുണ്ട്, നമുക്കത് വായിച്ച് മനസ്സിലാക്കാം. ശ്രീരാമൻ പട്ടാഭിഷേകം കഴിഞ്ഞ് അയോധ്യാപുരി വാഴുന്ന കാലത്തൊരിക്കൽ സീതയെപ്പറ്റി ഒരപവാദം ഉയർന്നു. ഇങ്ങനെ പോകെയാണല്ലോ ജനങ്ങൾക്ക് കുത്തിപ്പൊക്ക് വരുന്നത്. അതെങ്ങനെ വെച്ചാൽ, ഒരു കൊല്ലം രാവണഗൃഹത്തിൽ പാർത്തിരുന്ന സീതയെ രാമൻ സ്വീകരിച്ചത് അത്ര ശരിയല്ലെന്നൊരാക്ഷേപം രാമൻ ഗ്രഹിക്കാനിടയായി. ശ്രീരാമൻ്റെ ചെവിയിലിങ്ങനെ കേട്ടു. അപ്പോൾ അദ്ദേഹത്തിന് ഖേദമുളവായി, വിഷമമുണ്ടായി. സീത പരിശുദ്ധയാണെന്ന് തനിക്കറിയാമായിരുന്നിട്ടും പ്രജാക്ഷേമ തൽപരനും ധർമ്മിഷ്ഠനുമായ രാമൻ രാജധർമ്മം പാലിക്കാനായി സീതയെ പരിത്യജിച്ചു. രാജാവല്ലേ, അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യകാരണങ്ങളെല്ലാം ഉണ്ടല്ലോ ഒരു രാജാവിന്. അതുകൊണ്ട് ഈ വിഷമവും വന്നു. എല്ലാം കൊണ്ടും സീതയെ പരിത്യജിച്ചു. സീതയെ വാൽമീകിയുടെ ആശ്രമത്തിന് സമീപം ഉപേക്ഷിച്ച് വരാൻ ലക്ഷ്മണനോട് ആജ്ഞാപിച്ചു. രാജാവിൻ്റെ ആജ്ഞ മാനിച്ച്, രാജാവ് പറഞ്ഞ കൽപ്പന പുറപ്പെടുത്താൻ ചെയ്യണമല്ലോ മറ്റുള്ളവർ. അതുകൊണ്ട് രാജാവിൻ്റെ ആജ്ഞ, അതായത് ശ്രീരാമനാണല്ലോ രാജാവ്, അപ്പോൾ രാജാവിൻ്റെ ആജ്ഞ മാനിച്ച് ലക്ഷ്മണൻ സീതാദേവിയെ കൂട്ടിക്കൊണ്ടുപോയി വാൽമീകിയുടെ ആശ്രമ പ്രാന്തത്തിൽ, അതായത് ആശ്രമത്തിൻ്റെ അടുക്കൽ ദുഃഖത്തോടെ ഉപേക്ഷിച്ച് പോന്നു. ഒരു സ്ത്രീ രോദനം കേട്ട വാൽമീകി മഹർഷി, ഒരു സ്ത്രീ, അപ്പോൾ ആ സ്ത്രീ കരയത്തില്ലേ, വിഷമിക്കത്തില്ലേ? ഇത് ചെയ്യാനാന്ന് ഇത് മാത്രം എനിക്ക് സങ്കടപ്പെട്ടു പോണ് ഇത് വായിക്കുമ്പോൾ. അത്രമാത്രം വിഷമമുണ്ട് ഇത് കേൾക്കുമ്പോൾ. അപ്പോൾ ഒരു സ്ത്രീയുടെ ഒരു രോദനം, ഒരു കരച്ചിൽ ആര് കേട്ടു? വാൽമീകി മഹർഷി. അങ്ങനെ ആരായുകയും സീതയാണെന്ന് മനസ്സിലാക്കി അർഘ്യപാദ്യാദികളോടെ ചെന്ന് സ്വീകരിച്ചു. കാരണം അത്രമാത്രം വിളിച്ചുകൊണ്ട് വന്ന് സ്വീകരിച്ച് ദേവിയെ ആ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു. ആശ്രമത്തിൽ ദേവി മുനിയുടെ മകളെ പോലെ പാർത്തു വന്നു. ഇടയ്ക്ക് ലവണാസുരൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യ എന്ന മുനിമാരുടെ അപേക്ഷ, കാരണം ഇവിടെ അസുരന്മാർ പിന്നെ ഈ ആശ്രമത്തിലുള്ളവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുമല്ലോ, ആസുരന്മാർക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ ലവണാസുരൻ എന്ന് പറഞ്ഞ അസുരൻ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ മറ്റ് മാമുനിമാരെല്ലാം അപേക്ഷ അനുസരിച്ച് ശത്രുഘ്നെ അയച്ച് ലവണാസുരനെ വധിപ്പിച്ചു. അങ്ങനെ മുനിമാരെല്ലാം കൂടി ഇങ്ങനെ അപേക്ഷ കൊടുത്തു, ഇങ്ങനെ ഒരുത്തൻ ഇങ്ങനെ ശല്യം ചെയ്യുന്നു, അവനെ കൊണ്ട് സഹിക്കാൻ വയ്യ. അങ്ങനെ ലവണാസുരനെ വധിപ്പിച്ചു. ആരാ വധിച്ചത്? ശത്രുഘ്നൻ, ഭരതൻ്റെ അനുജനായ ശത്രുഘ്നൻ. കൂടാതെ ശംഭുകൻ എന്ന ഒരു അസുരൻ അധാർമികനായി തപസ് ചെയ്യുന്നതിനാൽ, കാരണം ധർമ്മത്തിൻ്റെ പേരിലല്ല അവൻ തപസ് ചെയ്യുന്നത്, അസുരന്മാർ അധർമ്മം പെരുകാനാണല്ലോ തപസ് ചെയ്യുന്നത്. തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയാൽ അവർ ചെയ്യുന്ന വരം കൊടുക്കണം. അതുകൊണ്ട് അസുരൻ അധാർമികനായി തപസ് ചെയ്യുന്നതിനാൽ അധർമ്മം പരക്കാനിടയുണ്ടെന്ന മാമുനിമാരുടെ അഭിപ്രായം മാനിച്ച് രാമൻ സ്വയം അവിടെ എത്തി. അത് ശ്രീരാമൻ തന്നെ അവിടെ എത്തി ആ ശൂദ്രനെ വധിച്ച് അവന് സൽഗതി നൽകുകയും ചെയ്തു. കാരണം ഭഗവാൻ വധിച്ചാൽ വധിക്കുന്ന ആൾക്ക് മോക്ഷം കൊടുക്കണമെന്നുണ്ട്. അങ്ങനെ സൽഗതി നൽകി. ആ കാലഘട്ടത്തിലാണ് വാൽമീകി ആശ്രമത്തിൽ പാർത്തു വന്നിരുന്ന സീതാദേവി 2 ഉണ്ണികൾക്ക് ജന്മം നൽകിയത്. സൂര്യവംശത്തിലാഗതരായ, അതായത് ഈ ശ്രീരാമൻ സൂര്യവംശനാണല്ലോ, അപ്പോൾ കുഞ്ഞുങ്ങളും സൂര്യവംശക്കാരാണല്ലോ. അപ്പോൾ സൂര്യവംശത്തിലാഗതരായ ആ ഉണ്ണികൾ ആശ്രമത്തിൽ ജനിച്ച് ആശ്രമത്തിലാണ് വളർന്നത്. ലവനും കുശനും എന്ന മുനി അവർക്ക് നാമമരുളി. ഇത് വായിക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാകും. കാരണം യഥാർത്ഥത്തിൽ അവരെ അയോധ്യയിലേക്ക് കൊണ്ടുപോയിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ അപവാദങ്ങളിങ്ങനെ കേട്ട് ശ്രുതി ഇങ്ങനെ പരന്നു വരുമ്പോൾ ഭഗവാനത് വിഷമം തോന്നി. അതുമല്ല, രാജ്യം നന്നായി ഭരിക്കണ്ടേ, രാജാവല്ലേ,
അപ്പം എല്ലാം കൊണ്ടും അദ്ദേഹം ഇങ്ങനെ ചെയ്ത്. അപ്പം ജനങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം. കാരണം ഭാര്യയേക്കാൾ ഉപരി ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടി ആണ് ധർമ്മം പാലിക്കേണ്ടത്. അതുകൊണ്ട് ഭഗവാൻ അങ്ങനെ ചെയ്തതാണ്. നമുക്കിത് അടുത്ത 9ഉം 10ഉം അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.